നമസ്കാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ ഘടനകളിൽ ഒന്നാണ് നെബുലകൾ. അവ ജ്യോതിശാസ്ത്രജ്ഞർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ആകർഷകമാകുന്നു. നിരീക്ഷണങ്ങളിലൂടെ നക്ഷത്ര രൂപീകരണ പ്രക്രിയയെക്കുറിച്ച് വെളിച്ചം വീശുവാൻ അവ സഹായിക്കും. നെബുലകൾ എന്നത് ലളിതമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ പൊടിപടലങ്ങളുടെയും വാതകങ്ങളുടെയും കൂറ്റൻ മേഘങ്ങളാണ്. നക്ഷത്രാന്തരീയ ഇടങ്ങളിൽ കാണപ്പെടുന്ന ഇവ പ്രധാനമായും ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ, അതുപോലെ കാർബൺ, സിലിക്കൺ തുടങ്ങിയ മൂലകങ്ങളുടെ സൂക്ഷ്മമായ പൊടിപടലങ്ങൾ എന്നിവയാൽ നിർമ്മിതമാണ്. നെബുലകളെ പ്രപഞ്ചത്തിലെ നഴ്സറികളെന്നും ശ്മശാനങ്ങളെന്നും വിശേഷിപ്പിക്കാം. കാരണം അവ നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിലും നക്ഷത്രങ്ങളുടെ മരണാനന്തര അവശിഷ്ടങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്നു. സങ്കീർണവും എന്നാൽ അതിമനോഹരവുമായ കലാബാഷ് നെബുലയുടെ ഉള്ളിലെ ഒരു മരിക്കുന്ന നക്ഷത്രത്തിന്റെ സ്ഫോടനാത്മകമായ അന്ത്യനിമിഷങ്ങൾ നാസയുടെ ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയുടെ പുതിയ ചിത്രത്തിലൂടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. ജ്യോതിശാസ്ത്രജ്ഞർക്ക് നക്ഷത്രങ്ങൾ അവയുടെ ജീവിതത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ ബാഹ്യപാളികൾ എങ്ങനെ പുറന്തള്ളുന്നു എന്നതിനെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് നെബുലയുടെ തിളക്കമുള്ള ദളങ്ങളും ആഘാത തരംഗങ്ങളും അതിവേഗം സഞ്ചരിക്കുന്ന വാതക പ്രവാഹങ്ങളും. ഈ ചിത്രം പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ അന്ത്യഘട്ടത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒരു നാഴികക്കല്ലാണ്. നക്ഷത്രത്തിന്റെ അവസാന നിമിഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രതിഭാസം ഒരു ചുരക്കയുടെ രൂപത്തിൽ കാലാബാഷ് നെബുലയിൽ ദൃശ്യമാകുന്നു. വളഞ്ഞതും അസമത്വമുള്ളതുമായ രൂപമാണ് ഇതിനുള്ളത്. നെബുലയുടെ കേന്ദ്രത്തിലുള്ള നക്ഷത്രം വാതകങ്ങളെ അതിശക്തമായി പുറത്തേക്ക് വലിച്ചെറിയുന്നു. സാന്ദ്രമായ ഈ വാതക മേഘങ്ങളാണ് നക്ഷത്രത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും പരസ്പരം എതിർദിശയിലായി നാടകീയമായ ദളങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഹബിൾ ദൂരദർശിനി ഈ സവിശേഷതകളെല്ലാം അവിശ്വസനീയമായ വ്യക്തതയോടെ പകർത്തിയിരിക്കുന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്ന വാതക വസ്തുക്കൾ മരിക്കുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് അക്രമാസക്തമായി ഒഴുകി നീങ്ങുന്നു. ഈ പുറത്തേക്കുള്ള പ്രവാഹം നിലവിൽ മണിക്കൂറിൽ ഏകദേശം 6 ലക്ഷം മൈൽ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ വാതകങ്ങൾ ചുറ്റുമുള്ള പ്രദേശങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോൾ നീല നിറത്തിലുള്ള ആഘാത തരംഗങ്ങൾ രൂപപ്പെടുന്നു. നെബുലയുടെ ഈ സവിശേഷ രൂപം നക്ഷത്രത്തിന്റെ അത്യധികം പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയെയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു നക്ഷത്രം അതിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന തീവ്രമായ ഊർജ പ്രവാഹങ്ങളുടെ തെളിവാണ് ഈ രൂപഘടന. നക്ഷത്രങ്ങൾ അവയുടെ അന്ത്യത്തോടടുക്കുമ്പോൾ പിണ്ഡം എങ്ങനെ നഷ്ടപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ ചിത്രം ഗവേഷകരെ സഹായിക്കും. ഈ ഘടന നക്ഷത്ര പരിണാമത്തിന്റെ അവസാന ഘട്ടങ്ങളിലെ സുപ്രധാനമായ വഴികളെയാണ് വരച്ചു കാട്ടുന്നത്. നെബുലയുടെ ദളങ്ങൾ പഠന വിധേയമാക്കി സങ്കീർണമായ ഊർജ പ്രവാഹങ്ങളുടെ മാതൃകകൾ നിർമ്മിക്കുവാൻ ഗവേഷകർ ശ്രമിക്കുന്നു. ഈ നിരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിലെ പുനരുപയോഗ പ്രക്രിയകളെ കുറിച്ചുള്ള നിലവിലുള്ള സിദ്ധാന്തങ്ങളെ കൂടുതൽ വികസിപ്പിക്കുവാനും പരിഷ്കരിക്കുവാനും സഹായിക്കും. കാലാബാഷ് നെബുലയുമായി ബന്ധപ്പെട്ട് ഗവേഷകർ അടുത്തതായി ലക്ഷ്യമിടുന്നത് അതിലെ പൊടിപടലങ്ങളുടെയും വാതകങ്ങളുടെയും ഘടനയെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. വിവിധ തരംഗദൈർഘ്യത്തിലുള്ള ഡാറ്റ ശേഖരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ഘടനാപരമായ വിശദാംശങ്ങളെ വെളിപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. നെബുലയിലെ രൂപഘടനകൾ കാലക്രമേണ എങ്ങനെ പരിണമിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നത് മരിക്കുന്ന നക്ഷത്രങ്ങളുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. ഈ പഠനങ്ങൾ പ്രപഞ്ചത്തിന്റെ നിർമ്മാണ ബ്ലോക്കുകളായ നക്ഷത്രങ്ങളുടെ ജനനം, ജീവിതം, മരണം എന്നീ ചക്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് കൂടുതൽ വികസിപ്പിക്കുവാൻ സഹായിക്കും. വെബ് ഡെസ്ക് തത്വമൈ TV.